അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ ഈ പറയുന്നത് പോലെ അത്രത്തോളം സുതാര്യമായാണോ ഈ കാര്യത്തിൽ നടപടികൾ സ്വീകരിക്കപ്പെട്ടത്? ഹൈക്കോടതി മറ്റൊരു കേസ് ശാലു മേനോന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴാണ് ശാലു മേനോൻ ഉൾപ്പെട്ട കേസ് ഇതുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. അത് പരിഗണിക്കുമ്പോഴാണ് കോടതി ചോദിച്ചത്, ഇത് എന്തുകൊണ്ട് മൊഴി രേഖപ്പെടുത്തുന്നില്ല, മൊഴി രേഖപ്പെടുത്താതിരിക്കാനല്ലേ പ്രൊഡക്ഷൻ വാറണ്ടുമായി മറ്റൊരു കോടതിയിൽ ഹാജരാക്കിയത് എന്ന ചോദ്യം ഉന്നയിച്ചത്. ആ ചോദ്യം മറ്റൊരു കേസ് പരിഗണിക്കവെയാണെങ്കിൽ കൂടിയും അത് കൂടുതൽ അർത്ഥവത്താകുന്നില്ലേ തുടർന്ന് വന്ന സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ? തീർച്ചയായിട്ടും ഹൈക്കോടതിയിൽ താങ്കൾ പറഞ്ഞത് തന്നെയാണ് അത് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ശാലു മേനോന്റെ ജാമ്യാപേക്ഷ വന്ന സമയത്ത് ആ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോടതിയിൽ നടക്കുന്നത് ഇന്ററാക്ഷൻസ് ആണ്. വാദത്തിനിടയിൽ ബഹുമാനപ്പെട്ട ന്യായാധിപൻ ചില കാര്യങ്ങൾ ചോദിക്കും, സംശയങ്ങൾ ചോദിക്കും, അഭിഭാഷകൻ അതിന് മറുപടി പറയും, പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായങ്ങൾ പറയും. അതൊരു വലിയ ഡിബേറ്റ് പോലെ അവിടെ നടക്കുകയാണ്. അവിടെ നിന്നാണല്ലോ അവസാനമായി വാദങ്ങളെല്ലാം കേട്ടതിന് ശേഷം ഒരു നിഗമനത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ആ സമയത്ത് ഇത്തരത്തിലുള്ള സാമൂഹ്യ പ്രസക്തിയുള്ള സാമൂഹ്യപരമായ മാനങ്ങളുള്ള കേസുകളെ സംബന്ധിച്ചിടത്തോളം ആ വാദങ്ങളിൽ ഉന്നയിക്കപ്പെടുന്നതോ അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങളും മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ജനാധിപത്യ വ്യവസ്ഥയിൽ എത്രയോ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നതാണ് എന്ന് നമുക്ക് കോടതിയെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. പക്ഷെ അവിടെ പ്രസക്തമായ ഒരു ചോദ്യം, എന്തുകൊണ്ട് ശാലു മേനോന്റെ കേസുമായി ബന്ധപ്പെടുമ്പോൾ സരിതയുമായി ബന്ധപ്പെട്ട കാര്യം കോടതി ചോദിക്കുന്നത് സ്വാഭാവികമാണ്. ആ ചോദ്യത്തിന് അനുസരിച്ചിട്ട് അപ്പം തന്നെ പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് മറുപടി പറയുന്നു, അത് അടുത്ത ദിവസം കൊണ്ടുപോകുന്നുണ്ട്, മൊഴിയെടുക്കാമെന്ന്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇവിടെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു പ്രശ്നം, ഇപ്പോൾ ആ മൊഴി അഭിഭാഷകൻ എഴുതി കൊടുക്കുന്നു, സരിതയുടെ മൊഴിയായിട്ട് പറഞ്ഞതായിട്ട് എഴുതി കൊടുക്കുന്നത് കോടതി സ്വീകരിക്കാതെ ജയിൽ സൂപ്രണ്ട് വഴി കൊടുക്കണമെന്ന് പറയുന്നു. അതിനുശേഷം അഭിഭാഷകനെ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നു. ഈ അഭിഭാഷകനായിരിക്കുന്ന വ്യക്തി, ഈ സരിതയുടെ അഭിഭാഷകനായിരിക്കുന്ന വ്യക്തിയുടെ അഭിഭാഷക വൃത്തിയെ സംബന്ധിച്ചും അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ചുമൊക്കെ നമ്മളെ അടുത്ത ദിവസം പല മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. അദ്ദേഹത്തിന്റെ ചെയ്തികളും അദ്ദേഹം അഭിഭാഷക വൃത്തിയിൽ കാണിക്കുന്ന അഭ്യാസങ്ങളൊക്കെ അത് വേറൊരു തരത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇവിടെ കോടതി എന്ത് തെറ്റ് അഭിഭാഷകൻ ചെയ്താലും അദ്ദേഹത്തെ ഡിസ്ക്വാളിഫൈ ചെയ്യാനുള്ള ഒരു അവകാശം ബഹുമാനപ്പെട്ട കോടതിക്കില്ല. അദ്ദേഹം അങ്ങനെ ആ രീതിയിലുള്ള മിസ്കോണ്ടക്റ്റോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബാർ കൗൺസിലിന് റിപ്പോർട്ട് ചെയ്യാം, മറ്റു നടപടി. അതുപോലെ തന്നെ നമുക്ക് സബോർഡിനേറ്റ് ജുഡീഷ്യറിക്ക് രജിസ്ട്രാർ എന്ന നിലയിൽ നമ്മുടെ ഹൈക്കോടതിയിൽ ഒരു അധികാരിയുണ്ട്. അദ്ദേഹത്തിന് മുമ്പിൽ ആ കാര്യം ശ്രദ്ധയിൽ കൊണ്ടുവരാം. പൂർണ്ണമായും നിയമവുമായി ബന്ധപ്പെട്ട് അതിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ്. സ്വാഭാവികമായും താങ്കളെ പോലുള്ള വിദഗ്ധരുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ ഒബ്സർവേഷൻസും നിരീക്ഷണങ്ങളുമാണ് വിലപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഈ ചർച്ച കാണുന്ന പ്രേക്ഷകർക്കും ഞങ്ങൾക്കും കൂടുതൽ വ്യക്തതയ്ക്ക് വേണ്ടി ആ ആദ്യ ചോദ്യത്തിലേക്ക് ഞാൻ വീണ്ടും വരുന്നു. സരിതയുടെ മൊഴി രേഖപ്പെടുത്താതിരുന്നതിലൂടെ നിയമപരമായ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയല്ലേ മാജിസ്ട്രേറ്റ് ചെയ്തത്? ഗോപി, ഞാൻ ആ ചോദ്യത്തിന് രണ്ട് ഉത്തരം എനിക്ക് പറയാനുണ്ട്. ഒന്ന്, നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ വന്ന പ്രതി എന്ന് പറയുന്ന ഒരാൾ ഒരു സാക്ഷിയോ അല്ലെങ്കിൽ പരാതിക്കാരിയോ അല്ല. പരാതിക്കാരിക്കും വിക്ടിമിനും അതിലെ ഇത് നിൽക്കുന്ന അതിൻ്റെ ഇരകൾ എന്ന് പറയുന്നവർക്കും സ്ത്രീയാണെങ്കിൽ ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ഉണ്ട്. സരിത എന്ന് പറയുന്ന കേരളത്തിലെ ജനങ്ങളെ പല അടവുകളിലൂടെയും തന്ത്രങ്ങളിലൂടെയും പറ്റിച്ചിട്ട് ഇവിടെ മന്ത്രിമാരെയും രാഷ്ട്രീയ നേതാക്കളെയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും അല്ലെങ്കിൽ അവരറിഞ്ഞോ അറിയാതെയോ ഒക്കെ തന്നെ പല രീതിയിലുള്ള തട്ടിപ്പുകൾ നടത്തി എത്രയോ കേസുകളിൽ തന്നെ ഒരു ഹെബിച്വൽ ഒഫൻഡറായി നിൽക്കുന്ന പ്രതി കോടതിയിൽ വന്നിട്ട് റിമാൻഡ് സമയത്ത് വന്നിട്ട് പറയുന്നു, എനിക്ക് പലതും പറയാനുണ്ടെന്നുള്ള ഒരു സംസ്കാരം നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നാൽ ഇവിടെ വരുന്ന എല്ലാ പ്രതികളും കേസിന്റെ യഥാർത്ഥ ദിശ മാറ്റിയിട്ട് അവർക്ക് പറയാനുള്ള കാര്യങ്ങളിലൂടെയൊക്കെ പോയി അതിന് രാഷ്ട്രീയ മാനങ്ങളും മറ്റും പലതും ആക്ഷേപങ്ങൾ കൊണ്ടുവന്നിട്ട് കേസിന്റെ യഥാർത്ഥ അന്വേഷണത്തെ അത് അട്ടിമറിക്കുമെന്നുള്ള ഒരു അപ്രിഹെൻഷൻ കൂടെ ഞാനിവിടെ പങ്കുവയ്ക്കുന്നു. പക്ഷേ അങ്ങനെയുള്ള ഒരാളുവാണെങ്കിൽ പോലും ഒരു പ്രതി ആണെങ്കിൽ പോലും പ്രതി പറയുന്നത് കോടതി റെക്കോർഡ് ചെയ്യണം, കേൾക്കണം, അത് മൊഴി രേഖപ്പെടുത്തണം. ആ കാലതാമസം വന്നതും അത്തരത്തിലുള്ള ഒരു സമീപനം ബഹുമാനപ്പെട്ട മജിസ്ട്രേറ്റ് എടുത്തതും ഒരു ശരിയായ രീതിയിലുള്ള നടപടിയായി നിയമത്തിന്റെ പരിപ്രേക്ഷ്യത്തിലൂടെയും നിയമ നടപടികളുടെ ഒരു രീതിയെ സംബന്ധിച്ചും എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല. പക്ഷേ അത് ഒരു മജിസ്ട്രേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ബോധപൂർവമായ ഒരു രാഷ്ട്രീയ ഇടപെടലെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ആരെങ്കിലും രക്ഷപ്പെടുത്താനുള്ള ഒരു രീതിയാണ് ഇങ്ങനെ സംഭവിച്ചതെന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം രാഷ്ട്രീയപരമായി തന്നെ അഭിഭാഷകനും പ്രതിയായി നിൽക്കുന്നയാളും ഇതിനുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ നേതൃത്വമൊക്കെ തന്നെ ഈ സംഭവത്തെ യഥാർത്ഥ വസ്തുത മറച്ചുവെക്കുന്ന രീതിയിലേക്ക് സംഭവങ്ങളെ കൊണ്ടുപോയതിനും കൂടെ ചേർത്ത് നമ്മൾ വായിക്കണം. അപ്പോഴാണ് ന്യായാധിപന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഈ കാര്യങ്ങളുടെ കുറവോ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള വിമർശനങ്ങളെയോ നമ്മൾ വിലയിരുത്തേണ്ടത്. തിരുവനന്തപുരം ശിവൻ മഠത്തിൽ എം.വി. ജയരാജനിലേക്ക്. ശ്രീ എം.വി. ജയരാജൻ, മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ പോലും കേസെടുക്കുകയും തീർപ്പ് കൽപ്പിക്കുകയും ചെയ്യുന്ന ജുഡീഷ്യൽ സംവിധാനം നിലനിൽക്കുന്നുണ്ട് ഈ രാജ്യത്ത്. അപ്പോഴാണ്
ഒരു ജഡ്ജി തനിക്ക് രഹസ്യമായി ചിലത് പറയാനുണ്ട് എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ മൊഴി രേഖപ്പെടുത്താൻ മടി കാണിക്കുന്നത്? അവിടെയല്ലേ യഥാർത്ഥത്തിൽ സംശയമുണ്ടാകുന്നത്? അല്ല, അതിലെ ഒരു ഏരിയയാണല്ലോ ഞാൻ. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ എന്നെ ഒരു 10 ദിവസം പൂജപ്പുര ജയിലിൽ അടച്ചല്ലോ. അതും നിയമത്തിൽ പണിഷ്മെൻ്റ് എന്താണോ പറഞ്ഞത് അതിന് വിരുദ്ധമായിട്ടാണല്ലോ ജഡ്ജ്മെൻ്റ് എഴുതി വെച്ചത്. അപ്പോൾ അത് ഒരു ഭാഗം. ഇവിടെ പ്രസക്തമായ പ്രശ്നം എന്താ? സരിത പോലീസിനോട് പറഞ്ഞിട്ട് പോലീസ് രേഖപ്പെടുത്താൻ വിസമ്മതിച്ച കാര്യമാണ് കോടതിയുടെ മുമ്പാകെ പറയാൻ സരിത സന്നദ്ധമായത്. ആ കാര്യം മജിസ്ട്രേറ്റ് നിയമപരമായി രേഖപ്പെടുത്താൻ ബാധ്യസ്ഥനാണ്. അന്ന് രേഖപ്പെടുത്തുന്നില്ലെങ്കിൽ അന്ന് തന്നെ മജിസ്ട്രേറ്റ് വക്കീലിനോട് എഴുതി വാങ്ങണം. 20 മിനിറ്റ് കേട്ടു. മജിസ്ട്രേറ്റ് കേട്ടതുപോലെ തന്നെ സർക്കാരിലേക്ക് വിവരം എത്തിക്കാൻ പറ്റുന്ന പോലീസുകാരിയും കേട്ടു. ആ പോലീസുകാരിയെ തിരുവനന്തപുരത്തേക്ക് ആഭ്യന്തര മന്ത്രാലയം വിളിപ്പിച്ചു. അവിടെ നിന്നാണ് ഇടപെടൽ ആരംഭിക്കുന്നത്. ഇപ്പോൾ 12 ദിവസം കഴിഞ്ഞിട്ട് സരിതയുടെ അഭിഭാഷകനെ കോടതി അയോഗ്യനാക്കുന്നു. കോടതിക്ക് ഒരു അവകാശവും ഇല്ല. എന്നിട്ട് സരിതയോട് പറയുന്നു, ഇനി എന്നോട് പറയണ്ട, ഇവിടെ എഴുതി തരണ്ട, സൂപ്രണ്ടിനടുക്ക കൊടുത്തോ. ഉറപ്പല്ലേ? ആ മൊഴി, രഹസ്യ മൊഴി 20 മിനിറ്റ് നേരം കേട്ട മജിസ്ട്രേറ്റിന് ഉത്തമ ബോധ്യമുണ്ട്. അത് അതുപോലെ വന്നാൽ പല ഉന്നതന്മാരും കുടുങ്ങും. ഇവിടെ മറ്റൊരു കാര്യം കൂടി ഉയർന്നു വരുന്നു. എന്താണ് ആ കാര്യം? ഈ ഘട്ടത്തിലാണ് നാം മനസ്സിലാക്കേണ്ടത്, മന്ത്രിമാർ ഈ മൊഴികൾ മാറ്റിക്കാൻ വേണ്ടി ഇടപെടുന്ന ഫോൺ സംഭാഷണം പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഇതെല്ലാം കൂട്ടി വായിച്ചാൽ മജിസ്ട്രേറ്റ് പത്രവാർത്തകളെ അടിസ്ഥാനമാക്കി ഒരു കമൻ്റ് കൂടി പറഞ്ഞു, മാധ്യമങ്ങളിൽ വന്ന കാര്യങ്ങൾ ശരിയല്ല. പക്ഷേ ആ മജിസ്ട്രേറ്റ് സരിത പോലീസിന് കൊടുത്ത മൊഴി രേഖപ്പെടുത്തിയില്ല എന്ന പത്രവാർത്ത അവഗണിച്ചു. മാധ്യമ വാർത്ത എല്ലാം പറയേണ്ട മജിസ്ട്രേറ്റ് പോലീസിന് സരിത കൊടുത്ത മൊഴി രേഖപ്പെടുത്താതിരുന്ന പോലീസിന് വിമർശിക്കുന്നില്ല. എന്നാൽ പത്രങ്ങളിൽ വന്ന വാർത്ത ഗവൺമെന്റിനെ സംബന്ധിച്ച്, മന്ത്രിമാരെ സംബന്ധിച്ച് അത് വസ്തുതയല്ല എന്ന് പറയും. അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ, ഇവിടെ തുടക്കം മുതൽ അഡ്വക്കേറ്റ് ബാബു ജോസഫ് പറയുന്നുണ്ട്, മജിസ്ട്രേറ്റിന്റെ ഭാഗത്തു നിന്നും നിയമവിരുദ്ധമായതോ അല്ലെങ്കിൽ നിയമത്തിന് അതീതമായോ അസാധാരണമായോ ഒന്നും തന്നെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അദ്ദേഹം പറയുന്നു, സരിത 20 മിനിറ്റ് രഹസ്യമായി പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന്, മാധ്യമങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ അതെന്താണെന്ന് ആർക്കും ഇപ്പോഴും അറിയില്ല. ആ കാര്യങ്ങളിലാണ് അദ്ദേഹം നിൽക്കുന്നത്. അതിനപ്പുറത്ത് അത് മാറ്റി നിർത്തിയാലും സരിത പറഞ്ഞത് എന്തുമാകട്ടെ എങ്കിൽ പോലും ആ പറഞ്ഞ കാര്യങ്ങൾ രഹസ്യമായി പറയാൻ ചിലതുണ്ടെന്ന് സരിത പറയുന്നു. 20 മിനിറ്റ് ഇൻ ക്യാമറ സമയം അനുവദിക്കുന്നു. സരിത പറയുന്നു, ആ പറയുന്ന കാര്യങ്ങൾ ആയിരുന്നില്ലേ മജിസ്ട്രേറ്റ് ആദ്യം ചെയ്യേണ്ടിയിരുന്നത്? അതിന് പിന്നീട് സമയം അനുവദിക്കുകയും സരിതയുടെ അഭിഭാഷകനായ ഫെനി ബാലകൃഷ്ണനെ മാറ്റി നിർത്തി ജയിൽ സൂപ്രണ്ട് വഴി പരാതി നൽകാം എന്ന് പറയുന്നതിലൂടെ സംശയങ്ങൾക്ക് കൂടുതൽ ഇടം നൽകുകയും ചെയ്തിരിക്കുന്നു. അതാണ് ഇവിടുത്തെ പ്രശ്നം. എന്റെ അഭിപ്രായത്തിൽ മജിസ്ട്രേറ്റ് നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ മജിസ്ട്രേറ്റിന് വിവേചന അധികാരമുണ്ട്. ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ്, മൊഴി, ഒരു പ്രതിയുടെ ആയാലും മൊഴി, അത് 20 മിനിറ്റ് കേട്ടതിന് ശേഷം അത് അപ്പോ എഴുതി മേടിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹം തന്നെ റെക്കോർഡ് ചെയ്യുകയോ ചെയ്യാതിരുന്നത് അത്ര ഉചിതമായി എനിക്ക് തോന്നുന്നില്ല. എന്താന്ന് വെച്ചാൽ ഇത്രയും കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു കേസാണിത്. അതും പല ഉന്നതങ്ങളിലുള്ള ആളുകളും ഇതിന്റെ സംശയദൃഷ്ടിയിലുള്ള സമയത്ത് അപ്പോ മജിസ്ട്രേറ്റിനത് എഴുതി അപ്പോ തന്നെ സരിതയുടെ കയ്യിൽ നിന്നും കോടതിയിൽ വെച്ച് തന്നെ എഴുതി വാങ്ങാമായിരുന്നു. അങ്ങനെ വാങ്ങിയിരുന്നുവെങ്കിൽ ഇപ്പോ ഈ അഭ്യൂഹങ്ങളോ ഈ സംശയങ്ങളോ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് അതിന്റെ വാസ്തവം.
തൃശ്ശൂരാം അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ, ശിവൻ മഠത്തിലേക്ക് ഒരിക്കൽ കൂടി. ശിവൻ മഠത്തിൽ CRPC 164 പ്രകാരം ഇത്തരം കുറ്റസമ്മതമൊഴിയോ പ്രസ്താവനകളോ എഴുതി വാങ്ങുന്നതിന് കൃത്യമായ ചട്ടക്കൂടുകൾ നിർവചിച്ചിട്ടില്ല എന്നാണ് ഇൻ്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അത്തരം ഒരു നിയമത്തിൻ്റെ പഴുത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടോ? അല്ല, ഈ 164 സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നതിനെ സംബന്ധിച്ച് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യുന്നു വേണ്ട. ക്രിമിനൽ നടപടിക്രമം CRPCയിൽ നോക്കിയാൽ തന്നെ അതിന് വ്യക്തമായിട്ട് അതിൽ പറയുന്നുണ്ട് കാര്യങ്ങൾ. ഇവിടെ 164 സ്റ്റേറ്റ്മെന്റിന്റെ പ്രശ്നമല്ല, 164 സ്റ്റേറ്റ്മെന്റ് അല്ല വരുന്നത്. പക്ഷേ ഈ ചർച്ച നടക്കുമ്പോഴും എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ പലരും പറയാതിരിക്കുന്ന ഒരു കാര്യം, മജിസ്ട്രേറ്റിനെ മാത്രം നമ്മൾ കുറ്റപ്പെടുത്തുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥരെ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട പ്രതിയുടെ മൊഴി രേഖപ്പെടുത്തിയില്ല എന്നൊരു പ്രശ്നം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. അത് രേഖപ്പെടുത്തിയിരുന്നുവെങ്കിൽ ഈ പറഞ്ഞ അവസരങ്ങൾ അല്ലെങ്കിൽ ഈ ബഹുമാനപ്പെട്ട മജിസ്ട്രേറ്റിന്റെ മുമ്പിലോ അല്ലെങ്കിൽ മറ്റ് ഇത്തരത്തിലുള്ള ഒരു വലിയ ഒരു കോൺട്രവേഴ്സിയിലേക്കോ അത് പോകില്ലായിരുന്നു. സരിതയുടെ മൊഴി അന്വേഷണ ഉദ്യോഗസ്ഥർ എന്തുകൊണ്ട് റെക്കോർഡ് ചെയ്തിട്ടില്ല എന്ന കാര്യത്തിൽ ഇപ്പോഴും നമുക്കൊരു സംശയം ബാക്കി നിൽക്കുന്നു. രണ്ടാമത്തെ കാര്യം, ആ കോടതിയിൽ വന്നിട്ട് അത് നേരത്തെ ശ്രീ ഉണ്ണികൃഷ്ണൻ പറഞ്ഞത് ശരിയാണ്. അത് അദ്ദേഹം അപ്പോൾ തന്നെ റെക്കോർഡ് ചെയ്തിരുന്നുവെങ്കിൽ ഇത്തരം ഒരു കോൺട്രവേഴ്സി നമുക്ക് ഒഴിവാക്കാമായിരുന്നു. ഇനി അത് എഴുതി നൽകാൻ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ അദ്ദേഹത്തിന്റെ മുമ്പിൽ 20 മിനിറ്റ് സംസാരിച്ചു മിസ്റ്റർ ജയരാജനൊക്കെ പറയുന്നത് 20 മിനിറ്റ് എന്ത് സംസാരിച്ചു എന്നും ആ 20 മിനിറ്റിൽ യഥാർത്ഥത്തിൽ സരിതയാണോ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നും അതിൽ മറുപടിയായി അദ്ദേഹത്തിന് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ചോദിച്ചെന്നുള്ള കാര്യം നമുക്ക് ആർക്കും അറിയില്ല. അപ്പോൾ എന്ത് ചോദിച്ചു എന്ന് ആ ചോദ്യത്തിൽ നിന്നും ഗൗരവം മനസ്സിലാക്കി അല്ലെങ്കിൽ സരിത പറഞ്ഞ കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കുമ്പോൾ നാളെ വീണ്ടും ഒരു ഓറൽ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതിൽ എന്തെങ്കിലും അപാകതയുണ്ടോ എന്നുള്ളൊരു കോൺട്രവേഴ്സി ഒഴിവാക്കാനായിരിക്കും അദ്ദേഹം പറയുന്നു കൈപ്പടയിൽ ആ ആൾ തന്നെ എഴുതി നൽകാൻ പറയുന്നു. ആ എഴുതി നൽകാൻ പറഞ്ഞതിന് ശേഷം ശ്രീ ഫെനി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി, ആ അഭിഭാഷകൻ, ഈ കാര്യത്തെ അടുത്ത ദിവസം വന്ന് അതിനു മുമ്പ് തന്നെ അദ്ദേഹം പറഞ്ഞു ചില ഉന്നതരുടെ ഒക്കെ പേര് പറയാൻ പോവുകയാണ്, ഉടനെ തന്നെ ഇത് പുറത്തുവിടുമെന്നൊക്കെ പറഞ്ഞുള്ള ഒരുതരം ചീപ്പായിട്ടുള്ള ചില നടപടി അദ്ദേഹത്തിന്റെ ഭാഗത്ത് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും ഇത് കാലതാമസം വരുന്നു. അതുകൊണ്ടാണ് ഹൈക്കോടതിയിൽ ശാലുമേനോന്റെ ജാമ്യാപേക്ഷ വന്ന സമയത്ത് ബഹുമാനപ്പെട്ട ജഡ്ജി അദ്ദേഹം അത് ചോദിച്ചത്, എന്തുകൊണ്ട് സരിതയുടെ മൊഴി റെക്കോർഡ് ചെയ്യുന്നില്ല. അപ്പോൾ പറഞ്ഞതാണ് പല സ്ഥലത്തേക്കും അടുത്ത ദിവസം വേറെ സ്ഥലത്തേക്ക് കൊണ്ട് ഈ പറഞ്ഞ മജിസ്ട്രേറ്റ് പറഞ്ഞതിന്റെ അടുത്ത ദിവസം വേറൊരു കോടതിയിലേക്ക് അവരെ കൊണ്ടുപോയി, അവിടെ കൊണ്ടുപോകേണ്ടായി വന്നു എന്നും കാലതാമസം അങ്ങനെ വന്നു. എന്തായാലും ഈ 12-13 ദിവസം കടന്നുപോയതിന് ഒരു ന്യായീകരണവുമില്ല. ശിവൻ മഠത്തിൽ അഡ്വക്കേറ്റ് ബാബു ജോസഫ്, അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ, ഒപ്പം തന്നെ MV ജയരാജൻ.